ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ നല്ല നാടൻ ചെമ്പരത്തിപ്പൂ കൊണ്ടുള്ള ഒരു ജ്യൂസാണ്. ഞാനതിന് ഒരു 4 ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിന്ന് ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും നല്ലതുപോലെ ഇഷ്ടപ്പെടും. ആദ്യം തന്നെ നമുക്ക് ഈ ചെമ്പരത്തിപ്പൂ എല്ലാം ഒന്ന് കഴുകിയെടുക്കാം. നല്ലപോലെ കഴുകിയെടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ചെറിയ പ്രാണികളോ ഉറുമ്പോ എല്ലാം കാണാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ കഴുകിയെടുക്കണം. എല്ലാവരുടെയും വീട്ടിൽ നമുക്ക് ചെമ്പരത്തിപ്പൂ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ജ്യൂസാണിത്. അപ്പോൾ ചെമ്പരത്തിപ്പൂ എല്ലാം നല്ലതുപോലെ കഴുകിയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ ഓരോ ഇതളുകൾ മാത്രം നമുക്ക് മതി. അപ്പോൾ ഇതളുകൾ നമുക്ക് ഓരോന്നായിട്ട് അടർത്തിയെടുക്കാം. 5 ഇതളുള്ള ചെമ്പരത്തിയാണ് ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നമ്മൾ മിക്കവാറും എല്ലാവരുടെ അടുത്ത് കാണും ഈ 5 ഇതളുള്ള ചെമ്പരത്തി. ഇതിൻ്റെ കളറൊക്കെ കാണുമ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും. ഇതിലേക്ക് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഞാൻ ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ഞാൻ ഒരു 4 കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കപ്പിൽ ഒഴിക്കണം എന്നില്ല. നമ്മുടെ സാധാരണ ഗ്ലാസ്സിൽ ഒരു 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിന് നമുക്ക് ആവശ്യമായ പഞ്ചസാരയും അല്പം ചെറുനാരങ്ങ നീരും കൂടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കിതിനകത്തേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. കൊച്ചു കുട്ടികൾക്ക് വരെ ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ജ്യൂസാണ്. നല്ല ഹെൽത്തിയുമാണ്. ഹീമോഗ്ലോബിനൊക്കെ കുറവുള്ളവർക്ക് ഈ ജ്യൂസ് കുടിച്ചാൽ മതി. ഇത് ഞാൻ ഒന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട് സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇതിന് നല്ലതുപോലെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം പതിയെ ചൂടായി വരുമ്പോൾ നമുക്ക് ആ ഫ്ലവറിൻ്റെ പെറ്റലിൻ്റെ കളറ് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ലേ? കണ്ടോ? ഇനി അത് കളർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു യെല്ലോ ഷെയ്ഡായിട്ട് വരും. ഇനി കണ്ടോ, അതിൻ്റെ വെള്ളത്തിന് കളർ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു വയലറ്റ് നിറമായിട്ട് അതിൻ്റെ വെള്ളത്തിൻ്റെ കളറ് മാറുന്നു. ഇനി ഇത് നല്ലതുപോലെ നമുക്ക് തിളപ്പിച്ചെടുക്കണം. നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. നിങ്ങൾ കളർ വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? ഇനിയിപ്പോൾ അതിന് നല്ലപോലെ ഒരു വയലറ്റ് നിറം കിട്ടിയിട്ടുണ്ട്. പഞ്ചസാരയും മറ്റേ ഫ്ലവറും ഇതിൻ്റെ പെറ്റലും മാത്രമാണ് നമ്മളിപ്പോൾ തിളപ്പിക്കുന്നത്. പഞ്ചസാര നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ തിളയ്ക്കണം. അപ്പോൾ കളർ മുഴുവനും ഇളകി നല്ലൊരു വയലറ്റ് ഷെയ്ഡിലേക്ക് മാറും. കൊച്ചു കുട്ടികൾക്ക് വരെ വേണമെങ്കിൽ ഇത് ഉണ്ടാക്കാം. നമ്മളൊന്ന് കൂടെ നിന്ന് കൊടുത്താൽ മതി. സ്റ്റവിലൊക്കെ പണിയുന്നതുകൊണ്ട് ആയി വന്നു. ഇത് നമ്മൾ അരിച്ചെടുത്തു. ഞാൻ പെറ്റിലൊക്കെ മാറ്റി കളഞ്ഞു. കണ്ടോ, ഇതിൻ്റെ കളർ കണ്ടോ? നല്ല വയലറ്റ് നിറമാണ്. ഇനി നമുക്കിതിലേക്ക് ഈ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ കണ്ടോ, ജാറിലെ ജ്യൂസിൻ്റെ നിറം വീണ്ടും റെഡ് കളറിലേക്ക് മാറുന്നുണ്ടോ? കുട്ടികൾക്കൊക്കെ ഇത് കാണുമ്പോൾ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഈ ആർട്ടിഫിഷ്യൽ ജ്യൂസൊക്കെ വാങ്ങി കുടിക്കുന്നതിനേക്കാളും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസാണിത്. നമുക്ക് ഗസ്റ്റൊക്കെ വന്നാലും നമുക്ക് പെട്ടെന്ന് നമ്മുടെ കയ്യിലൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ വേഗം പോയി 2 പൂ പറിച്ചുകൊണ്ട് വന്ന് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. വേഗം തന്നെ ഉണ്ടാക്കി തീരും. ഇതിന് ഞാൻ നമുക്ക് ആവശ്യത്തിന് മധുരമൊക്കെ നോക്കിയിട്ട് പാകത്തിന് മധുരം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് ചൂടാറിയതിന് ശേഷം നമുക്ക് ഗ്ലാസ്സിലേക്ക് പകർന്നു വയ്ക്കാം. എത്ര ഈസി ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞു.
എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതെല്ലാവരും ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ആ കമൻസ് എഴുതുമെന്ന് വിചാരിക്കുന്നു. വളരെ ഈസിയും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ജ്യൂസാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക.